അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കൊറേ നാളായല്ലേ എല്ലാരും ഇങ്ങനെ ഇൻട്രോ പറഞ്ഞിട്ട്. അപ്പം ചേച്ചി വെക്കേഷൻ വരുന്ന സമയം നോക്കി മാളക്കുട്ടി ഇനി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ലീവ് ഒക്കെ എടുക്കുക. ഞാൻ പിന്നെ ക്ലാസ് കട്ട് ചെയ്തിട്ടാണേലും 1-2 ദിവസത്തിനൊക്കെ ഓടിപ്പടച്ച് വരും. പക്ഷെ എക്സാം ആണെങ്കിൽ നടക്കില്ല, പോസ്റ്റിംഗ് ആണേലും പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് ലീവ് ഉണ്ടായിട്ട് വന്നല്ലോ കേട്ടോ. ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് ഇവിടെ കാണാൻ വേണ്ടി 3-4 ദിവസത്തിന് വന്നതല്ല. ഞാൻ മിസ്സിനെ വിളിച്ച് പറഞ്ഞിട്ട് മിസ് വിട്ടതാ കേട്ടോ. അല്ലേനെ വിടൊന്നുമില്ല, ചോദിച്ചിട്ട് വന്ന കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ വീട്ടില് ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യണത് നമ്മുടെ ചേച്ചിയാണ്. അതെ. അപ്പം ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇന്ന് നമ്മുടെ വീഡിയോ. ഒരു കുക്കിംഗ് ബ്ലോഗാണ്. നമ്മളെല്ലാരും ഒന്നിച്ച് ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ വെച്ചിട്ട് കുറെ നാളായി അല്ലേ. നമുക്ക് കമന്റും വന്നായിരുന്നു കുക്കിംഗ് വീഡിയോ ചെയ്യുമോന്ന് ചോദിച്ചിട്ട്. അപ്പൊ പൊന്നൂസിന്റെ വക ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് കാണാം. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കുട്ടമ്മോനും അമ്മയും കൂടെ ആടലോടകത്തിന്റെ ഇലയൊക്കെ പറിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് ചുമക്കുള്ള പൊടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇത്രയും പറിച്ച് വെച്ചേക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇത് പൊന്നൂര് കുറച്ച് കൊടുത്തു കൊടുക്കണം, പിന്നെ നിനക്ക് ശർമ്മം തന്നു കൊടുക്കണം, പിന്നെ നമുക്ക് ഇവിടെ ശർമ്മം പൊടിച്ചു കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. പനം കൽക്കണ്ണം കൂടെ ചേർക്കും ഇത് പൊടിക്കുമ്പോഴേ. അപ്പൊ ചുമ കഫക്കെട്ട് ഇതൊക്കെ മാറും, പെട്ടെന്ന് മാറും. പക്ഷെ സാധനത്തിന്റെ കയ്പ കേട്ടോ. അപ്പൊ ഇന്ന് ചേച്ചിയുടെ സ്പെഷ്യൽ ഐറ്റത്തിന്റെ പേരെന്താന്ന് പറയാവോ? കാട ഫ്രൈ. എനിക്കൊരു കോൾ ഇതൊന്നും എടുത്തോട്ടെ. കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവത്തിന്റെ പേര് കാട ഫ്രൈ. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി 8 നില പോട്ടു. ഇങ്ങനെയൊക്കെ അല്ലേ പറയുന്നത്, മറ്റേ കാലികന്മാര് പ്രസംഗിക്കുന്ന മാതിരി. ചേച്ചിക്ക് ഇനിയിപ്പോ നമ്മുടെ ചാനലിലെ ചേച്ചിയുടെ ഇതിലും ഫോണുകൊണ്ട് ആക്കിയിടാം. അപ്പം ചേച്ചിക്കും അത്യാവശ്യം വീഡിയോ ഒക്കെ ഇടാലോ. എന്നുവെച്ചാൽ മാളക്കുട്ടികളെ പോയി കഴിഞ്ഞാൽ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തിടുള്ളൂ. പിന്നെ അപ്പായ്ക്ക് അമ്മയ്ക്ക് എഡിറ്റിങ് അത്യാവശ്യം മശക്കുറവുണ്ട്, എന്നാലും അവര് മാക്സിമം നോക്കുന്നതായിരിക്കും. പിന്നെ ചേച്ചി സമയം കിട്ടുന്നവരെ വീഡിയോ ഇടും. നോക്കട്ടെ, എന്റെ കാര്യം ആയതുകൊണ്ട് ചിലപ്പോ ഞാൻ തന്നെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും കേട്ടോ. കാരണം ഇവരെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ തീർത്ത് നമ്മളങ്ങനെ നിർത്തിപ്പോത്തൊന്നുമില്ല അല്ലേ. നാല് പേരും 4 വഴിക്ക് ചെതറിപ്പോയാലും നമ്മൾ 4 എടുത്തിരുന്നിട്ട് നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ ശ്രമിക്കും. മാക്സിമം. അതെ, മാക്സിമം ശ്രമിക്കും. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട ഫ്രൈ. ഇത് 3 വട്ടം പറഞ്ഞല്ലോ, കാട ഫ്രൈ ബാക്കി പറയടോ. എല്ലാത്തിനെയും പിടിച്ചോണ്ട് ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. എല്ലാരും ഫോൺ അടിക്കണ്ട, മാറി എല്ലാ ഫോണും അടിച്ചോണ്ടിരിക്കുവോ. പിന്നെ എങ്ങനെ നമ്മള് വീഡിയോ എടുക്കും അല്ലേ. അതെ. അപ്പം കട്ടപ്പനയ്ക്ക് പോയിട്ട് നല്ല കാടനെ കൊണ്ടുവന്നു. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ദശയുള്ള കാടയാണ്. അതെ, എല്ലാ പ്രാവശ്യം നമ്മള് കാട മേടിച്ചിട്ട് ഉപ്പോരനൊക്കെ മേടിച്ചിട്ട് വരുമ്പോഴേ അസ്ഥിക്കാടനെ മേടിച്ചിട്ട് വരുന്നത് ദേശം എന്ന് പറഞ്ഞ സാധനം കാണില്ല. ഇത് കഴിഞ്ഞ ദിവസം നമ്മള് ലെപ്പക്കടയ്ക്ക് പോയപ്പോ മാട്ടുകടയ്ക്ക് പോയപ്പം അവിടെ കിടക്കുന്നുണ്ട്. മാളക്കുട്ടി പറഞ്ഞു മേടിച്ചു തരുമോന്ന് ചോദിച്ചു. പക്ഷെ അത് കുഞ്ഞിതായിരുന്നു. കുഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഒന്നും കാണത്തില്ല. അപ്പൊ ഞാൻ ഇന്നലെ കട്ടപ്പനയ്ക്ക് പോയപ്പോ അവിടെ നല്ല കിടക്കുന്നുണ്ട്. അപ്പൊ മേടിച്ചിട്ട് വന്നു. ഇവിടെ ഇവർക്ക് 2 പേർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ മുളകൊക്കെ പരട്ടി തേച്ച് വറുത്ത് കൊടുക്കുവാണെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. വല്ലപ്പോഴും ആണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒന്നും ഒത്തിരി ഇതൊന്നും വറുത്തും പൊരിച്ചൊന്നും കഴിക്കത്തില്ലാത്തതുകൊണ്ട് അങ്ങനെ എപ്പോഴും ഒന്നും ഉണ്ടാക്കത്തില്ല. ഞാനൊക്കെ വരുമ്പോൾ മാത്രം ഉണ്ടാക്കുന്ന സംഭവം കേട്ടോ. പിന്നെ ഇവിടെ വെട്ടത്തിന്റെ നമ്മുടെ ഗ്രില്ലിന്റെ അകത്തൂടെ ഈച്ച കയറിയിട്ട് പ്രാണികള്, ഇവിടെ മഴയാണ്, മഴയുടെ ഒരു ലൈറ്റ് കാണുമ്പോൾ പ്രാണികൾ വരുമല്ലോ, അതുകൊണ്ട് പ്രാണികളൊക്കെ പറക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ കാണുമ്പോ അറിയാം. അതെ. അപ്പം സത്യം പറഞ്ഞാൽ ഇത് കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചത് അമ്മയാണ് കേട്ടോ. വരഞ്ഞെല്ലാം സെറ്റാക്കി അമ്മ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മ കുരുമുളകും പെരിഞ്ചീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കല്ലേൽ അരച്ച് തന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ഓർത്ത് നമ്മളിതിനെ ഹൈടെക് ആണല്ലോ, മിക്സിക്കകത്ത് അരയ്ക്കാന്നൊക്കെ വെച്ച്. അന്നേരം അമ്മ പോയി വേണ്ട കല്ല് അരച്ചുകൊണ്ട് തരാന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എല്ലാം ഇട്ട് അരച്ച് സെറ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഞാൻ അവത്തിലോട്ട് ലേശം മഞ്ഞപ്പൊടിയും ലേശം മുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റ്. കുരുമുളക് പൊടി വേണ്ട, ഇതിന്റെ കുരുമുളക് അരച്ചു, കുരുമുളക്, കറുവപ്പട്ടയൊക്കെ ചേർത്തിട്ടുണ്ട്. 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 കുരുമുളക്, കറുവപ്പട്ടയൊക്കെ ചേർത്തിട്ടുണ്ട്.
കുരുമുളക്, കറുവപ്പട്ട. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ ഇതുണ്ടല്ലോ ഗരം മസാല, അമ്മ പൊടിക്കുന്ന ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ അകത്തിലെല്ലാം വരും. അതെ. പക്ഷെ ഇന്നിപ്പോ അമ്മ എല്ലാം സെപ്പറേറ്റ് അരച്ചെടുത്തു. അതാണ് നല്ലത് കേട്ടോ. കല്ലിൽ അരച്ചുണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പിന്നെ നേരത്തെ പറഞ്ഞു ഇന്ന് കല്ല് അരച്ച് തരാമോന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളുടെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നതിന്റെ ജനപ്പെരുപ്പമാണ് ഇവിടെ കാണുന്നത്. ഈ 4 പേരാണ് ജനപ്പെരുപ്പം. ഇച്ചിരിയുടെ കഴിയുമ്പോ ഞാൻ ഇതുങ്ങളെല്ലാം വായിക്കും കേട്ടോ. ഇപ്പൊ ഇവിടെ വീഡിയോക്ക് വേണ്ടി നിർത്തിയിട്ട് ഇതിനെല്ലാം ഞാൻ പറക്കി വിടും. കാരണം എനിക്കൊരു സമാധാനം തരത്തില്ല. ഇതെന്നാ ഇത് ഇങ്ങനെ ഇരിക്കുന്നത്, അതെന്താ അങ്ങനെ ഇരിക്കുന്നത്, ഒരെണ്ണം കൂടി ഇട്ടാ ശരിയാകോ, എണ്ണ തിളച്ചോ, എണ്ണ തിളച്ചില്ലേ, ഇത്ര എണ്ണ വേണോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ എല്ലാത്തിനും ഓടിക്കും. ഞങ്ങളത് സാധാ രീതിയിൽ നമ്മുടെ നാടൻ ശൈലിയിൽ ചീനിച്ചട്ടിക്കകത്ത് തന്നെയാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചേക്കുന്നത്. നമ്മള് ഓവനകത്ത് 3 പരീക്ഷണം വെച്ച് അതിൽ ഒരെണ്ണം പാളിപ്പോയായിരുന്നു. ഒരെണ്ണം കരിഞ്ഞു പോയി, കരിക്കട്ടയായിട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മുടെ തനി നാടൻ രീതി അങ്ങനെയല്ല, നിർത്തി അങ്ങ് അവമാനിക്കുക. അത് ഞാൻ പറഞ്ഞ ഒരു കോഴീനെ പിടിച്ചു തരുവാണെങ്കിൽ ഞാൻ ഗ്രില്ലടിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ പോയി ഈ ദശയില്ലാത്ത ഏറ്റവും കുഞ്ഞു കോഴീനെ പിടിച്ചോണ്ട് തന്നു. ഞാൻ ഈ വലിയ കോഴിയുടെ സമയമൊക്കെ സെറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ സമയമൊക്കെ സെറ്റ് ചെയ്തു. ഒരു 30-20 മിനിറ്റ് കഴിഞ്ഞപ്പോ തൊട്ട് കരിയുന്ന മണം വന്ന് എന്ന് നോക്കിയപ്പോ അസ്ഥി വരെ കരിഞ്ഞിരിക്കുന്നു. അതിപ്പോ എന്റെ പ്രശ്നമാണോ? അല്ല, കോഴിക്ക് ദശയില്ലാത്ത പ്രശ്നം. കോഴിയുടെ പ്രശ്നമാണത്. അല്ലെ അത് ഓവന്റെ പ്രശ്നം, എന്റെ പ്രശ്നമല്ല. അല്ലേ? അല്ല, ഇപ്പൊ ഞാൻ പരിപാടി നമുക്ക് ഓവനകത്ത് 2 കുക്കിംഗ് വീഡിയോ ചെയ്യണം. ഓക്കെ. അപ്പൊ അമ്മ അരച്ചു തന്ന മസാലക്കകത്തോട്ട് മഞ്ഞപ്പൊടി ലേശം ഞാൻ ഇട്ടായിരുന്നു. ഒരു ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇടുവാണ്. മഞ്ഞപ്പൊടി ഇച്ചിരി ഏറെ ഇട്ടാലും നല്ലത് കേട്ടോ. ലേശം മുളക് പൊടി. അമ്മ ഇത് എരിവുള്ള മുളക് പൊടിയാണോ എരിവില്ലാത്ത മുളക് പൊടിയാണോ? എരിവുള്ള മുളക് പൊടിയാണോ? 5 കാടയുണ്ട്. അപ്പൊ ഞാൻ അത്യാവശ്യം പൊടി ഇടുന്നുണ്ട് കേട്ടോ. കുരുമുളക് അരച്ചേക്കുന്നോണ്ട് നല്ല ഇത് കാണും. ഞാനാണെങ്കിലും നിർദ്ദേശം തൊട്ട് അമ്മയാ കേട്ടോ. ഇത്ര മതിയോ? എല്ലാം കയ്യളവാ കേട്ടോ. എനിക്ക് കയ്യളവാ കേട്ടോ. കൈക്ക് ഞാൻ ഇട്ട് പഠിച്ചു പോയി. കാശ്മീരിയും കൂടി ഇടുക കേട്ടോ. ഇത് കളറ് വരാനായിട്ടാണ്. കളർ ഇല്ലെങ്കിൽ കാട ഫ്രൈ കൊള്ളില്ലെന്ന് വിചാരം പറയരുത്. ഇവിടെ കുറച്ച് വേറെ സംഭവം ഉണ്ടായിരുന്നു. അതിന്റെ ബാക്കി പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കും കേട്ടോ. കൊച്ചിപ്പോഴും കൊച്ചിനെ ചിരി നിർത്താൻ പറ്റണില്ല. ഞങ്ങളൊക്കെ ഒന്ന് ചിരിച്ച് അതവിടെ കഴിഞ്ഞു. അതല്ല, ഞങ്ങള് പറഞ്ഞപ്പോ മാറിപ്പോയി. അത്ര വേറെ പ്രശ്നമൊന്നുമില്ല. അയ്യോ. അമ്മ ഒരു പാത്രം കൊടുത്തിട്ടാണെങ്കിൽ ഞാൻ തേച്ച് അതിലോട്ട് വെക്കാം. മസാലയൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇത് തേച്ചിട്ട് നമ്മുടെ കാട ഇച്ചിരി ശോഷിച്ച കാടയായിരുന്നു. അല്ലല്ല, വലിയ കുഴപ്പമില്ല. അത്യാവശ്യം എവിടെയാ എങ്ങാണ്ട് പോയപ്പോ കൊച്ചൊരു കാട മേടിക്കാൻ മാട്ടുക്കട്ട വെച്ച് ചേച്ചി പറഞ്ഞോളൂ. അത് തീർത്തും ചെറുതായിരുന്നു, കുഞ്ഞായിരുന്നു. അതുകൊണ്ട് അത് മേടിക്കാതെ പോയി. ഞാൻ നിങ്ങൾക്ക് ഒരു 3 കാടനെ മേടിച്ചു തരട്ടെ വളർത്താൻ? ഞങ്ങൾക്ക് അത്യാവശ്യ ജീവജാലങ്ങളൊക്കെ ആയി അല്ലേ? കൊച്ചിന്റെ രീതി മോനും എങ്ങനെയാണെന്നറിയാവോ? എല്ലാത്തിനെയും മേടിച്ച് ഇവിടെ ഇവർക്ക് ഇരിപ്പ് മുതലായിട്ട് കൊടുത്തിട്ട് ഇവൻ അങ്ങ് പോകും. അപ്പൊ ഇങ്ങനെ തേച്ച് വിടണം അല്ലേ? നമ്മുടെ കുഞ്ഞു പിള്ളേരെയൊക്കെ സോപ്പൊക്കെ തേച്ച് കുളിപ്പിക്കുന്ന. അത് എന്റെ ഫ്ലാറ്റിലൊരു പുള്ളിക്കാരനുണ്ട്, മുനീർക്കാന്നാ പേര്. പുള്ളിക്കാരനും ഞാനും ഈ ഇറച്ചിയിലും മീനയിലൊക്കെ മസാല വരട്ടെ ഞങ്ങൾക്കുള്ളത്ര ക്ഷമ വേറെ ആർക്കും ഇല്ല കേട്ടോ. ഞങ്ങളിത് ഇതിനെ ഇനി നിർത്തിപ്പൊടിച്ച് കൈയും കാലും ഒക്കെ വിടർത്തി സെറ്റാക്കി എടുക്കും. കാട ചെറുതല്ലോ. കാടയ്ക്ക് വലിയ ബ്രോയിലർ കോഴിയുടെ വലുപ്പം വരുമോ? ഇല്ല. ഈ കാടയുടെ അകത്ത് മുട്ട ഉണ്ടായിരുന്നു, ഇതിനകത്ത് മുട്ടയുണ്ട്. മുട്ടയോട് കൂടി നമുക്കങ്ങ് മറക്കാം അല്ലേ? അപ്പൊ അതിന് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ജീവജാലങ്ങളെ തിന്നുവന്നൊന്നും ആരും പറയരുത് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഏത് കടയിൽ പോയാലും നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നത്, വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ എവിടെ പോയപ്പോഴാ കഴിഞ്ഞ ദിവസം ഷാപ്പിൽ കയറിയപ്പോ കഴിച്ചില്ലേ? അതിലെനിക്ക് നല്ല
ഖേദം അറിയിക്കുന്നു. എന്നെ കൊണ്ടാതെ ഈ ഇല്ലാണ്ട് പോയതല്ലേ? മപ്പാസ്, മീൻകറി, അതെ, കാട ഫ്രൈ, അപ്പം, കള്ളപ്പം, കപ്പ, വേവിച്ചത്, ഉം. പിന്നെ എന്നായിരുന്നു, പിന്നെ കൊച്ചു കള്ള് വേണമെന്നൊക്കെ പറഞ്ഞു. പന്നി, ഞങ്ങൾ മേടിച്ചു കൊടുത്തില്ല. എന്താ പറയാ, വണ്ടിയൊന്നും തെറിയാക്കണ്ടെന്ന് ഉം. പോർക്ക്, അങ്ങനെ എല്ലാം മേടിച്ച് കഴിച്ചു കേട്ടോ. വേണം നമുക്കൊന്ന് പോവാം, നീ പോകുന്നതിന് മുമ്പേ. പോണം പോണോ? ഉം. എന്നാ പോവാം. അപ്പൊ എല്ലാം അരപ്പ് തേച്ച് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ, സെറ്റായിട്ട്. ഇപ്പൊ എനിക്ക് എന്നെ ഓർമ്മ വരുന്നറിയാവോ, മറ്റേ പഴയ സിനിമയ്ക്കകത്ത് എക്സസൈസും മസാല തേക്കുന്ന മിക്സ് ആയി പോയല്ലേ, മിക്സ് ആയി പോതില്ലേ, അതുപോലെ ഇരിക്കും. എല്ലാത്തിൻ്റെ അകത്തും മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവരവിടെ കൊണ്ടിട്ടേക്കുന്ന എല്ലാം മുട്ട ഇടാൻ പാകത്തിനായ കാടക്കൃഷി നല്ല കേട്ടോ, പക്ഷെ നല്ല പൈസ ചെലവാ, നല്ല തീറ്റ ഭയങ്കര. ഇതിന്റെ ഒരു ലാഭം കിട്ടില്ല നമുക്ക്. നമ്മള് ചങ്ങനാശ്ശേരി വെച്ച് നമ്മള് കാട വളർത്തി ഓർക്കുന്നുണ്ടോ? അന്നേരം മുട്ട ഇടുന്നുണ്ട്. മുട്ട ഇടുന്നുണ്ടോ? എപ്പോഴും കഴിക്കാം, അതേ ഉള്ളൂ. മുട്ട കഴിക്കാം, കാട കഴിക്കാം. കാട കഴിക്കാം. മുട്ടയുള്ളതെല്ലാം കൂടെ പിറക്കിയിട്ട് ഒരു കാടയുടെ അകത്തോട്ട് ഇടുക, എന്നിട്ട് അത് ഞാൻ തന്നെ തിന്നാ, അല്ല അത് മോക്ക് കൊടുക്കാൻ. മുട്ടയുള്ളതെല്ലാം കുഞ്ഞുമോക്ക്, ബാക്കി എല്ലും മുട്ടിയൊക്കെ ഞങ്ങൾക്ക്. ഇപ്പൊ എല്ലാം ഏതോ ഒരു കരണത്തിന് മുട്ട ഉണ്ടായിരുന്നു, തേച്ച് വെക്കുന്നുണ്ട്. ഇവിടെ വേറെ 2 മുട്ട ഇരിപ്പുണ്ട് കാടയുടെ. അപ്പൊ പപ്പ പറഞ്ഞു ഏതേലും ഒരു ഇതിന്റെ അകത്തോട്ട് കാടയ്ക്കുള്ളിൽ വെക്കാന്, കാടയ്ക്കുള്ളിൽ വെച്ചോളാം. അപ്പൊ കൊച്ചു ചോദിച്ചാൽ അതെങ്ങനെ നമ്മൾ തിരിച്ചറിയൂന്ന്. ഇവിടെ എല്ലാം കൂടായ്പകളാണല്ലോ. അന്നേരം പറയാ നമുക്ക് തുന്നി കെട്ടി വെക്കാന്ന്, അതാവുമ്പോ ആരും എടുത്തോണ്ട് പോകത്തില്ലല്ലോ. മുട്ട ചാടി പോവുകയില്ല. അതെ, അപ്പൊ നല്ല വലിപ്പമുള്ള മുട്ടയുള്ളൂ കേട്ടോ. കാടമുട്ട എല്ലാത്തിനകത്തും മുട്ടയുണ്ട്, കണ്ടില്ലേ? ചെറിയ പൊടിമുട്ട എല്ലാത്തിനകത്തും മുട്ടയുണ്ട്. വേണേ വളർത്താറുന്നല്ലേ, വളർത്തായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ കോഴിക്ക് കൊടുക്കുന്നേ, കോഴി കാടത്തീറ്റുണ്ട്, അതിനവരെ ചെയ്തോ. അത് നല്ല വിലയാ, പൊടിയായിട്ട് കിട്ടും. ചെറിയ കോഴിക്കുണ്ട്, വേണമെങ്കിൽ വേണം അവിടെ നിന്ന് തന്നെ മേടിക്കുവാണെങ്കിൽ മുട്ട ഇടാൻ പാകമായതിനെ കിട്ടും കേട്ടോ. ഇപ്പൊ ഇത് വളർത്തു കുറഞ്ഞു. മറ്റേത് നമ്മുടെ ഹൈറേഞ്ചിലൊക്കെ കുറെ വളർത്തുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ഇത് ലാഭമല്ല, ഇത് ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ട് രസത്തിന് വേണ്ടി പിന്നെ കുഞ്ഞുങ്ങളെ കാണാം, രസമല്ലേ ഇങ്ങനെയൊക്കെ കാണുന്നത്. കണ്ണൊക്കെ കാണാൻ നല്ല. ഇനി പിള്ളേരൊക്കെ പോയി പിന്നെ ഞാനും കൊച്ചും കൂടെ ഇവിടെ മടത്തി പോയ പറഞ്ഞായിരുന്നു. ഞങ്ങൾ മടത്തി പോയായിരുന്നു. നമ്മൾ കൊടുത്ത കോഴിയെ കണ്ടു, അതിനകത്ത് നമ്മൾ 10 എണ്ണം കൊടുത്തതില് 3 എണ്ണേ ഉള്ളായിരുന്നു പെട. 7 പൂവൻ, നല്ല മുഴുത്ത പൂവനാ. അതിന് കൊടുക്കാറായി. ഒരെണ്ണം ഒരു 4 കിലോ ഒക്കെ ഉള്ളതുണ്ട്, ചിലത് 2.5 കിലോ. അപ്പൊ ആ സൈസ് ഇത് കൂട്ട് പൂവനൊക്കെ അവിടെ കിടപ്പുണ്ട്. ഞങ്ങൾ മുയലിനെ നോക്കാൻ കയറിയതാണ്. അവിടെ കണ്ടമുയലുണ്ടായി, ഒരെണ്ണത്തിന് മേടിക്കാന്നത് കയറിയത്. അപ്പൊ തരാന്ന് പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞു തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൂടുണ്ടാക്കിയിട്ട് കൊണ്ടുപോകാന്ന്. പിന്നെ ഇടയ്ക്ക് ഒരു വെള്ളക്കോഴി നിന്ന് കറങ്ങുന്നുണ്ടല്ലേ, അതിനിടയ്ക്ക് ഡാൻസ് ഈ ന്യൂട്രഡി കേട്ടിട്ടുണ്ടോ? അതാണ് ഇവിടെ നടക്കുന്നത്. മുട്ട ഇതിന്റെ അകത്ത് വെക്കും കേട്ടോ. എങ്ങനായി വരുമെന്നൊന്നും അറിയത്തില്ല. സ്റ്റിച്ച് ചെയ്യണോടോ? ഒരു ഈർക്കിലി കുത്തിയാൽ മതിയല്ലോ. ഞാനല്ലേ പറക്കുന്നേ, അത് പൊട്ടാതെ ഞാൻ എടുത്തു തരാം. അല്ലേലും ഇവിടെ വറുത്ത് വെക്കുന്ന പാടെ അത് സെർച്ച് ചെയ്ത് തപ്പി എടുക്കും. പിന്നെ അപ്പം നമ്മുടെ 5 കാട ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാം. എന്താ സമയം വെക്കണം? ഒരു 2-3 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ ഇരുന്നാൽ അത്രയും നന്നായിട്ട് മസാല പിടിക്കും. അതിനുള്ള ക്ഷമയൊന്നും ഇതുങ്ങൾക്കില്ല കേട്ടോ. ഇപ്പൊ തന്നെ 8 മണി ആകാറായിട്ടുണ്ട്. ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഞാൻ എടുത്ത് പൊരിച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ ചിലപ്പം ഇതുങ്ങൾ തന്നെ എടുത്ത് പൊരിക്കും. അതുകൊണ്ട് കൊണ്ടുവച്ചിട്ട് 1 മണിക്കൂർ വെച്ചേക്കാം അല്ലേ? അപ്പൊ അതിന്റെ അരിയാൻ തുടങ്ങി കേട്ടോ. മറ്റേ ഇത് ആടലോടകം. സ്റ്റവിന്റെ സാധനം എല്ലാം പറിച്ചു വെച്ചേക്കുവാണ് അമ്മയും പപ്പായും കൂടെ.
അത് ഈ ഇടയ്ക്ക് നന്നാക്കാൻ വേണ്ടി ഓരോരുത്തർ വരികയല്ല, അവരെ കൊണ്ട് നന്നാക്കിച്ചാൽ അവരെ മതി. കൊണ്ട് നന്നാക്കിച്ചാൽ മതി കേട്ടോ. മറ്റേ നോൺ സ്റ്റിക്കിന്റെ പാൻ ഞാൻ എടുക്കുന്നില്ല, ഇതാണ് എനിക്ക് കംഫർട്ടബിൾ കേട്ടോ. സ്റ്റീലല്ലല്ലോ, അലുമിനിയത്തിന് ചീനിച്ചട്ടി, ഇതാണ് ഇവക്ക് ഇഷ്ടം. ഞാൻ ഇത് ഇച്ചിരി തീ കുറച്ചിടുവാണ്. കുട്ടമ്മോൻ എന്തിയേ കാട എടുത്തിട്ട് വരുവോ? ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന കാട എനിക്ക് എന്നാ നിറത്തില്ല, ഇതൊക്കെ ഉണ്ടാക്കുമ്പോ ഇവരിവിടെ കീഴ വേണം കേട്ടോ. ചേച്ചി ഞാൻ ദുബായി ചെന്നപ്പോ എനിക്ക് മട്ടൺ സൂപ്പ് ഉണ്ടാക്കി തന്നത്, അത് അടിപൊളിയാ. സൂപ്പ് ഉണ്ടാക്കി. അതുപോലെ തന്നെ നമുക്ക് ദുബായില് എവിടെ ഏത് ഹോട്ടലിൽ കഴിക്കാൻ പോയാലും സ്റ്റാർട്ടർ ഒരു സൂപ്പ് തരും. വിനയത്തോടെ കൊണ്ടുവരണം കേട്ടോ. നമ്മുടെ വീട്ടിലെ പരിപാടി ഇതൊക്കെയാ കേട്ടോ. പൊന്നും കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് കഴിക്കുന്നതിനകത്തോ അതിനോടുള്ള ഒരു കൊതിയോ അങ്ങനൊന്നും അല്ല. നമ്മൾ എന്നാ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും എല്ലാവരും കൂടെ ചുറ്റും കൂടി നിന്നിട്ടുള്ള ഒരു വർത്താനവും ഒരു സന്തോഷവും. പക്ഷേ ഇവിടെ ഇപ്പൊ വീഡിയോ എടുത്താലും ഇല്ലേലും ഇങ്ങനെ തന്നെയാണ്. അത് ശരിയാട്ടോ. വീഡിയോ നിങ്ങൾ ഓർക്കും വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നത്, പക്ഷെ വീഡിയോക്ക് വേണ്ടിട്ട് അങ്ങനല്ല. നമ്മള് ഇവിടെ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാ. പക്ഷെ വീഡിയോ എടുക്കുമ്പോ നമ്മൾ ഇച്ചിരി മറ്റേ സംസാരത്തിൽ ഇച്ചിരി ഡീസൻസി കീപ്പ് ചെയ്യും. അല്ലേ ചിലപ്പം ഇടമോനെനിക്ക് എടുത്തോണ്ട് വന്നേടാ അങ്ങനെയൊക്കെ ആയിരിക്കും. കുട്ടൻ എന്തിയ അമ്മ അങ്ങനെയൊക്കെ ചോദിക്കും ചിലപ്പോ. പിന്നെ ആരും ഒരാളെ നിരന്തരം ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോ അമ്മയായിരിക്കും, ചിലപ്പോ ആളുമായിരിക്കും. ഒരു ദിവസം നേരെ വെളുത്ത് ഞാനാണ് എണ്ണീറ്റ് വരുന്ന ഇരയെങ്കിൽ ചിലപ്പോ അന്നത്തെ ദിവസം മൊത്തം എന്നെ ആയിരിക്കും ട്രോളുന്ന്. എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് മുട്ടയുള്ള കാടേനെ കഴുത്തെ പിടിച്ചെടുക്കരുത്, മുട്ട വായിക്ക് കൂടെ ചാടിക്കും. ഇതിനകത്താ മുട്ടയുള്ള ഞാൻ ഇടും കേട്ടോ. അത് മോക്ക് തന്നെ സ്പെഷ്യലായിട്ട് കൊടുക്കണം. അതിനെ ചേരിച്ചിട്ടെന്ന് വെച്ചാൽ ഒന്നും കൂടി ഇടാൻ പാകത്തിന് കേട്ടോ. രണ്ടോ കിട്ടും, മൂന്നെണ്ണം പൊട്ടുന്നുണ്ട്. മാസമായിട്ട് 3 ഉണ്ടല്ലേ? അടുത്ത 2 ആ ചെറു നോക്കിട്ടോ. ഞാൻ മാറ്റിയൊക്കെ വെച്ച് കൊടുക്കും. ഒന്ന് സെറ്റാട്ടെ. കാലൊക്കെ പുറക്കൊണ്ട് പോതെ എണ്ണക്കൊക്കെ മുങ്ങിക്കിടക്കട്ടെ കാര്യമുള്ളൂ. അപ്പൊ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. പപ്പ കണ്ടോ? ഇല്ല പപ്പ. അടിപൊളി, എല്ലാവരും മുരിഞ്ഞങ്ങ് ഇരിപ്പുണ്ട്. ഇവത്തി മുട്ട വെച്ചേതെന്നറിയോ? ഞാൻ കണ്ട്. മുട്ട നമുക്ക് സൂം ചെയ്യാം, അപ്പൊ മനസ്സിലാവുമല്ലോ മുട്ട വെച്ചേതാണ്. അതിന് മുട്ട വെച്ചോണ്ടായിരിക്കല്ലേ? എനിക്കറിയത്തില്ല, ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്, പക്ഷെ ഇങ്ങനെയായിരിക്കുന്നത്. എങ്ങനെയുണ്ട് സംഭവം? സെറ്റാണോ? കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അവരും കൂടെ വരട്ടെ. എന്നിട്ട് ഒരു നാരങ്ങ വേണമായിരുന്നു, പക്ഷെ നാരങ്ങ ഇല്ല. അത് സാരമില്ല, നമുക്ക് കുറവുണ്ട്. സത്യം മാത്രം പറയുന്നവരെ കൊണ്ട് ടേസ്റ്റ് നോപ്പിക്കാം. അതാരാ? സ്വന്തമായിട്ട് നോക്കാൻ പോയി. സ്വന്തമായിട്ടാണോ? ഞാൻ വീഡിയോ എടുക്കാം. അതിനാണ് നിനക്കൊരു ഉച്ചം. അപ്പൊ എല്ലാരും അസംബിൾ ആയിട്ടുണ്ട്. അപ്പം കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കാണാൻ ലുക്കില് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ദശയുള്ള കാടയാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. സബോളയും മറ്റേ കരിയാപ്പിലൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൊച്ചിന്റെ കാട ഞുള്ളണോ? കൊച്ചിന്റെ കാട വേണ്ട, മറ്റേത് ഞുള്ള. ഞാൻ ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ചേച്ചി ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാം പൊതുവെ അടിപൊളിയാണ്. കടിച്ചു പിടിച്ചിരുന്നത് എങ്ങനെ സത്യം മാത്രം പറയുക. നല്ലൊരു ഗ്രേവി പിടിച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു മുരിഞ്ഞിട്ടുണ്ട്. മീറ്റ് നല്ലൊരു മുരിഞ്ഞിട്ടുണ്ട്. ഒരിച്ചിയൂടെ കഴിഞ്ഞ് കരിഞ്ഞു പോയനെ. വേണ്ട, എല്ലാം നല്ലതാണ്, സെറ്റാണ്, എല്ലാം അടിപൊളിയാണ്. കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ഇവരൊക്കെ എടുത്തോണ്ട് ഓടിക്കളയും. അതുകൊണ്ട്
നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിയാണ്. അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇടയ്ക്കൊക്കെ മേടിക്കാറുണ്ട്. അപ്പൊ ഞാൻ ചേച്ചി പോയാലും ഇവര് മേടിച്ച് ഉണ്ടാക്കി കഴിക്കും. പക്ഷെ വീഡിയോ ഒന്നും എടുക്കാറില്ല. എന്നാലും നിങ്ങൾ ഇഷ്ടമുള്ളപ്പം മേടിച്ച് കഴിക്കുക. ദശമുള്ളത് മേടിച്ചിട്ട് കാര്യമുള്ളൂ. ഇല്ല നമുക്ക് നഷ്ടം. അപ്പൊ ഇന്നത്തെ ഹാപ്പി വീഡിയോ ഇത്രയുള്ളായിരുന്നു. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കുക്ക് ചെയ്ത് നോക്കുക. അപ്പം ടാറ്റ ബൈ, സീ യു, ഗുഡ് നൈറ്റ്. അപ്പൊ നാളെ നമ്മുടെ ജെൻസൺ ചേട്ടന്റെ രേച്ചി ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എല്ലാരെയും തിരക്കിന്ന് പറയണം. സമയം കിട്ടിയില്ല, ഇല്ല ഞങ്ങൾ വന്നേനെ. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം കേട്ടോ. നമ്മള് മാളക്കുട്ടി പോകുന്ന സമയത്തല്ലേ മാളക്കുട്ടീനെ ദുബായിക്ക് നമ്മൾ കൊണ്ടുവിടാൻ പോകുന്ന സമയത്ത് നമ്മള് അവരുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് വടുതല അല്ലേ? അപ്പൊ അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. പിള്ളേരെല്ലാം തിരക്കിന്ന് പറയാ. പിന്നെ നമ്മൾ അയച്ചു കൊടുത്ത ഡെയ്സി ചെടിയൊക്കെ അവിടെ നല്ല മെറ്റത്ത് പൂവിട്ട് നിൽക്കുന്നതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു തന്നു. അപ്പം പപ്പ ഇവിടെ കുറച്ച് ചെടിയും കാര്യങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഒരു വട്ടം വന്നു കേട്ടോ. ഇനി വരുമ്പോ കൊടുത്തുവിടാന്ന് പറഞ്ഞ് ഞാൻ റോസയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇരട്ടയാറ് വരുമ്പം ഇരട്ടയാറില്ല സ്ഥലം ഇരട്ടയാറ്. അപ്പം അവിടെ വരുമ്പോ ഇങ്ങോട്ട് വരിക, എല്ലാം കളക്ട് ചെയ്തിട്ട് പോവാ. ഞങ്ങളൊന്നും ഇവിടെ കാണുകയില്ല. എന്നാലും എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം ഇടയ്ക്ക് വിളിക്കണ്ട, എനിക്ക് മെസ്സേജ് അയക്കും. ശ്രീകുട്ട എന്നാ വരുന്നേ? ഞാൻ എറണാകുളം വരുമ്പോ എല്ലാം വരണമെന്ന് പറയും. എനിക്ക് ചെമ്മീൻ എടുത്ത് വെച്ചെന്ന് പറയും. എനിക്ക് ഉണക്ക ചെമ്മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം ഇപ്പൊ ചെമ്മീനുണ്ട്, ശ്രീകുട്ടൻ വരുമോ എന്നൊക്കെ ചോദിക്കും. നമ്മുടെ ഒരു ചാനൽ തുടങ്ങി തൊട്ട് നമ്മുടെ കൂടെ ഉള്ളൊരു ഫാമിലിയാണ്. അപ്പൊ നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി കേട്ടോ കൊച്ചു പറയണേ. ഇത് കൊച്ചിക്കാണ് ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഈ 4 എണ്ണത്തിനുള്ളിലും കൊച്ചൊരെണ്ണം പിടിച്ചു വെച്ചിട്ടുണ്ട്. അവത്തിൽ തുടരുതെന്നാണ് കൊച്ചു പറഞ്ഞേക്കുന്നത്. പപ്പ